മോത്തി, ഇപ്പോൾ നമ്മളോടൊപ്പം അർജുൻ്റെ വല്യച്ഛനാണുള്ളത്. വല്യച്ഛനോട് നമുക്ക് അർജുനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അർജുൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണോ ഇതാണ്? ഏതൊക്കെ റൂട്ടിൽ സാധാരണ പോകാറ്? ബാംഗ്ലൂര്, പിന്നെ മംഗലാപുരം വഴി മൈസൂരൊക്കെ പോകുന്ന. എത്ര കാലമായി ലോറി ഓടിക്കും? 5 കൊല്ലം വരെ. 5 വർഷം. നേരത്തെ കുറച്ച് ആരോപണങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ, കാര്യക്ഷമമല്ല രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ. അത് അവരുടെ ഒരു ദുഃഖം കൊണ്ട് പറയുമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ക്ഷോഭം കൊണ്ടായി. അല്ല, അവർക്കിപ്പോൾ ആളെത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. 2 ഭാഗത്തുനിന്നും ആൾ പോകുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തും ഇവിടെ മുഖ്യമന്ത്രി വരെ കത്തയച്ച് എല്ലാ വിവരങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളാരും കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ ആളതിൻ്റെ ഉള്ളിലാണ്. എങ്ങനെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം. മോത്തി, കുടുംബം ഒന്നടങ്കം പറയുന്നത് പ്രതീക്ഷയുടെ വാക്കുകളാണ്. കഴിഞ്ഞ 15-നാണ് അവസാനമായി അർജുൻ വീട്ടിലേക്ക് വിളിച്ചത്. ഭാര്യ കൃഷ്ണപ്രിയയ്ക്കായിരുന്നു ആ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് 5 ദിവസം പൂർത്തിയാവുകയാണ്. അർജുൻ്റെ വിളിക്കായി കുടുംബം ഒന്നടങ്കം പ്രാർത്ഥനയോടെ കഴിയുകയാണ്. കഴിഞ്ഞ ഈ മാസം 8-ാം തീയതിയാണ്, കൃത്യമായി പറഞ്ഞാൽ 12 ദിവസങ്ങൾക്ക് മുമ്പാണ് അർജുൻ മരം കയറ്റുന്നതിന് വേണ്ടി കർണാടകയിലേക്ക് യാത്ര തിരിച്ചത്. തിരിച്ച് 16-ാം തീയതി നാട്ടിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് 5 ദിവസങ്ങൾക്ക് ഇപ്പുറവും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അങ്കോളയിൽ.